അത്തംപത്തിന് പൊന്നോണം 2026 ഹാപ്പി ലാൻഡ് പ്രസൻസ് പവേഡ് ബൈ സഹാറ മോട്ടോഴ്സ്, co-powered by Sribhadra Furniture, co-presents Butterflies. This program is brought to you by Courier World. അത്തംപത്തിന് പൊന്നോണം 2026 പൂരാട ദിന വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഹായ് ഓൾ, നമസ്കാരം. സഹാറ മോട്ടോഴ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സഹാറ മോട്ടോഴ്സിനെ പറ്റി ആധികാരികമായി സംസാരിക്കാൻ സിഒ സുബിൻ സാർ നമ്മളോടൊപ്പം ഉണ്ട്. സാർ, ഇപ്പം നമ്മൾ യുഎഇയിലാണല്ലോ നമ്മുടെ കമ്പനിയൊക്കെ ഉള്ളത്. അപ്പം ഇൻ കേസ് ലോക്കലി നമുക്ക് പർച്ചേസ് അല്ലെങ്കിൽ പോസിബിൾ ആണോ? നമ്മൾ ഈ പഴയ മോഡൽസ്, അതായത് 23, 24, 25 അങ്ങനെയുള്ള ബ്രാൻഡ് ന്യൂ വെഹിക്കിൾസ് നമുക്ക് ലോക്കൽ റിക്വയർമെൻറ്റ്, കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് അവർക്ക് കൊടുക്കാം. അങ്ങനെ വരുന്ന വെഹിക്കിൾസിന് നമ്മളാണെങ്കിൽ നമുക്ക് ഇൻഹൗസ് വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കസ്റ്റമേഴ്സ് കംപ്ലീറ്റ്ലി അവർ നമ്മൾ എടുക്കുന്ന വണ്ടി എടുക്കുമ്പോഴത്തേന് അവർ സേഫാണ്. മറ്റുള്ള അതുപോലെ ഫിനാൻസ് ആണെങ്കിൽ നമ്മൾ വി ഓൾറെഡി ഹാവ് ടൈ അപ്പ് വിത്ത് സർട്ടൻ ബാങ്ക്സ്. അപ്പോൾ അവർക്കാണെങ്കിൽ ആ ഫിനാൻസ് ഓപ്ഷനും ആ ഒരു ഇതും ചെയ്തു കൊടുക്കാൻ നമുക്ക് വളരെ പ്രൊഫഷണലായിട്ട് അതിനുള്ള ടീമുണ്ട്. അത് ഈസി ആയിട്ട് ചെയ്തു കൊടുക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പം 2022 മോഡൽ ഇപ്പം എനിക്ക് 0 കിലോമീറ്റർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടുന്ന് അവൈലബിൾ ആണല്ലോ ആ ഒരു വെഹിക്കിൾ ലോക്കലി എനിക്ക് മേടിക്കാം? ഉണ്ട്. നമ്മുടെ അതും ഒത്തിരി 22 മോഡലിലൊന്നും ഒത്തിരി അധികം വണ്ടി വരില്ല. അതേസമയം 24, 25 അതിനകത്ത് കുറേയധികം വണ്ടികളുണ്ട്. ആ വണ്ടികളൊക്കെ നമുക്കാണെങ്കിൽ കസ്റ്റമേഴ്സിന് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. നമ്മളിപ്പം 0 കിലോമീറ്റർ ഈ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അവരുടെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാർ എങ്ങനെയാണ്? അവരുടെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഒന്നുകൂടെ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള റേറ്റാണ്. ബിക്കോസ് നമ്മളാണെങ്കിൽ വണ്ടികൾ സോഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലംസമായിട്ടാണ്, ഒരു വലിയൊരു ലോട്ടാണ് നമ്മൾ എടുക്കുന്നത്. ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ മോഡലിൽ നമ്മളൊരു 50 വണ്ടി അല്ലെങ്കിൽ ഒരു 100 വണ്ടി ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, അത് അത്രയും ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യണം. അപ്പോൾ അത്രയും വണ്ടി നമ്മൾ എടുക്കുമ്പോഴത്തേന് ആ പ്രൈസിൻ്റെ അഡ്വാൻറ്റേജ് സ്പെഷ്യൽ പ്രൈസിനാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ കാണുന്ന വണ്ടികളെക്കാട്ടിലും അല്ലെ അവർ ഓഫർ ചെയ്യുന്ന പ്രൈസിനെക്കാട്ടിലും ബെറ്റർ പ്രൈസിന് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും. അത് തന്നെയല്ല, നമ്മളാണെങ്കിൽ ഈ നമ്മുടെ വണ്ടികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ആഫ്റ്റർ സെയിൽസ് സർവീസ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കസ്റ്റമേഴ്സിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. പിന്നെ നമ്മൾ ഈ കൊടുക്കുന്ന വണ്ടികളെല്ലാം ഇവിടുത്തെ ഒരു സ്പെസിഫിക്കേഷനുള്ള വണ്ടികളാണ്. ഗൾഫ് സ്പെസിഫിക്കേഷനുള്ള, അല്ലാതെ നമ്മളാണെങ്കിൽ അമേരിക്കൻ സ്പെക്കോ അല്ലെങ്കിൽ യൂറോപ്യൻ സ്പെക്കോ ഉള്ള വണ്ടികളല്ല കൊടുക്കുന്നത്, ജാപ്പനീസ് വണ്ടികളല്ല കൊടുക്കുന്നത്. ഇവിടുത്തെ സ്പെക്കിലുള്ള ഗൾഫ് സ്പെസിഫൈഡ് സ്പെക്കാണ് നമ്മൾ വണ്ടികൾ കൊടുക്കുന്നത്. വാറണ്ടി ഉണ്ടാവും അല്ലേ? ജസ്റ്റ് വാറണ്ടി നമ്മൾ ഇൻഹൗസ് ഇതാണ് കൊടുക്കുന്നത്. നമുക്കാണെങ്കിൽ ഇവിടെ യുഎഇയിലാണെങ്കിൽ ഒരു വലിയൊരു ഗ്രൂപ്പ് സർവീസ് സെൻ്ററുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അവർക്കാണെങ്കിൽ യുഎഇയിലെ എല്ലാ എമിറേറ്റ്സിലും അവർക്ക് സർവീസ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ആണ് നമ്മൾ സർവീസും അവർ വാറണ്ടിയും അവർ ഓഫർ ചെയ്യുന്നു. സർ, ഞാനിപ്പോൾ സഹാറ മോട്ടോഴ്സിനെ പറ്റി ചെക്ക് ചെയ്തപ്പോൾ യുഎഇ മാർക്കറ്റിൽ ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ ISO സർട്ടിഫിക്കറ്റുള്ള ഒരേ ഒരു കമ്പനിയാണിത്. ഓക്കെ, അത് ശരിയാണ്. ഇപ്പം നമുക്കാണ് ISO സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് ഇപ്പോൾ 4 വർഷമായി. അപ്പം നമുക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്കാണെങ്കിൽ ISO സർട്ടിഫിക്കേഷൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷൻ ISO ലെവലിലേക്ക്, അതായത് എല്ലാ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നത് നമ്മുടെ എക്സ്പോർട്ട് മാത്രമല്ല ഇമ്പോർട്ട് ചെയ്യുന്ന വണ്ടികളെ കംപ്ലീറ്റ് കമ്പനിയുടെ ഡോക്യുമെൻറ്റേഷൻ ISO നിഷ്കർഷിക്കുന്ന രീതിയിലേക്ക് നമ്മളത് ആക്കി അതിന് ISOയ്ക്ക് വേണ്ടി സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അങ്ങനെ ISOയുടെ ഓഡിറ്റ് കഴിഞ്ഞു. അങ്ങനെ 4 വർഷം മുമ്പ് നമുക്ക് ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ കിട്ടി. ISO 9001:2015 സർട്ടിഫിക്കേഷൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ വർഷവും ഈ ISO സർട്ടിഫിക്കേഷൻ റീറ്റെയിൻ ചെയ്യാനായിട്ട് സർവൈലൻസ് ഓഡിറ്റ് ഉണ്ട് എല്ലാ വർഷവും.
അപ്പോൾ അതിനും ഈ ഓഡിറ്റ് ഉള്ളപ്പോൾ അത് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡോക്യുമെൻ്റ് അവർ ഇൻസ്പെക്ട് ചെയ്യും. ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇൻ ഓർഡറിനാണെങ്കിൽ മാത്രമേ നമുക്ക് സർട്ടിഫിക്കേഷൻ അത് വാലിഡ് ആവത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ 4 വർഷമായിട്ട് വളരെ അഭിമാനപൂർവ്വം പറയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ISO സർട്ടിഫിക്കേഷൻ റിറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ദുബൈ ഓട്ടോ മാർക്കറ്റിൽ ഇപ്പോൾ ISO സർട്ടിഫിക്കേഷൻ ഉള്ള കറൻ്റ്ലി വാലിഡ് ആയിട്ടുള്ള ഒരേ ഒരു കമ്പനി സഹാറ മോട്ടോഴ്സ് മാത്രമാണ്. സഹാറ മോട്ടോഴ്സിന്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും ധന്യ സൈനിങ് ഓഫ്. നമസ്കാരം, എൻ്റെ പേര് പ്രിൻസ് എന്നാണ്. ഞാൻ പ്രിൻസി ഡ്രൈവിംഗ് സ്കൂൾ എന്ന സ്ഥാപനത്തിൻ്റെ പ്രൊപ്പറേറ്ററാണ്. ഏകദേശം 47 വർഷത്തോളം പ്രവർത്തന പാരമ്പര്യമുള്ള സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം. ഇതിൻ്റെ സ്ഥലം വന്നിട്ട് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ഉദിയംകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏകദേശം നെയ്യാറ്റിൻകരയിൽ നിന്നൊരു 4.5 കിലോമീറ്ററോളം മാത്രമേ ഉള്ളൂ. ബൈപ്പാസിൽ നിന്നും 4 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ സ്ഥാപനത്തിലുള്ളത്. നമ്മൾ ട്രെയിലറിൻ്റെ ക്ലാസ് ഒരു 30 പേരാണ് നിലവിൽ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. 200ഓളം പേര് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ പുള്ളി വയനാട്ടിൽ നിന്നാണ് വരുന്നത്. പേരെന്താണ് ബ്രോ? അജിത്ത്. നമ്മൾ ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലാസ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ പുള്ളി വന്നിരിക്കുന്നത് വിഴിഞ്ഞം പോർട്ടിനല്ല ബ്രോ, വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ലൈസൻസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ കേട്ടറിഞ്ഞ് വന്നതാണ്, പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിനെ കുറിച്ച് കേട്ടറിഞ്ഞ് വന്നതാണ്. വയനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കാൻ വേണ്ടിയുള്ള കാരണം എന്താണ്? നല്ല ഫീസും മറ്റു കാര്യങ്ങളെല്ലാം കുറച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ലൈസൻസ് എടുത്തു. ദൂരെ നിന്ന് വരുന്നതുകൊണ്ട് പ്രത്യേക ഡിസ്കൗണ്ട് കിട്ടിയോ? പ്രത്യേകിച്ച് ഡിസ്കൗണ്ട്. ക്ലാസ്സുകൾ എങ്ങനെയാണ് നടക്കുന്നത്? എല്ലാ ശനിയാഴ്ചകളിലും ട്രെയിനിങ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ട്രെയിലർ ലൈസൻസ് എടുത്തു കൊടുക്കുന്ന ഏക സ്ഥാപനം നമ്മുടെ പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളാണ്. നമ്മളാണ് ആദ്യമായിട്ട് ട്രെയിലർ ലൈസൻസ് തിരുവനന്തപുരം ജില്ലയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഹെവി എക്യുപ്മെൻറ്റ്സ്, JCB, ഫോർക്ക് ലിഫ്റ്റ്, ക്രെയിൻ എല്ലാം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ എടുത്തു കൊടുക്കുന്ന ഏക സ്ഥാപനം നമ്മുടെ പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളാണ്. പ്രത്യേകിച്ച് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അവസരങ്ങളാണ് ചെറുപ്പക്കാർക്ക് മുമ്പിൽ കാത്തിരിക്കുന്നത്. പലർക്കും അറിയാത്തൊരു വസ്തുതയുണ്ട്. അതായത് 18 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ കാറിൻ്റെ ലൈസൻസ് മാത്രമേ എടുക്കാൻ സാധിക്കൂ എന്നാണ് ചെറുപ്പക്കാരായ പലരുടെയും ധാരണ. എന്നാൽ അങ്ങനെയല്ല. കാറിന് പുറമെ നമുക്ക് ഫോർക്ക് ലിഫ്റ്റ്, JCB തുടങ്ങിയ വാഹനങ്ങളുടെ ലൈസൻസ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതൊക്കെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇന്നത്തെ കാലഘട്ടത്ത് ഇൻഡസ്ട്രീസിൽ മുഴുവൻ മെഷീനറീസാണ് ഉപയോഗിച്ച് വരുന്നത്. നമ്മുടെ നാട്ടിൽ നോക്കിയാൽ കട്ടക്കമ്പനികളിൽ വരെ ഫോർക്ക് ലിഫ്റ്റ് ഉപയോഗിക്കുന്ന കാലഘട്ടമാണ്. അതുപോലെ തന്നെ ക്രെയിൻ ഇല്ലാത്ത തടിമില്ലുകളില്ല. നമ്മുടെ ചുറ്റുമുള്ള മിക്ക തടിമില്ലുകളും ഇന്ന് ക്രെയിനുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് അനവധി അവസരങ്ങളുണ്ട്. പലപ്പോഴും നമ്മുടെ ചെറുപ്പക്കാർ ഇത്തരം അവസരങ്ങൾ ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ തന്നെ യൂറോപ്പ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് ചേക്കേറുകയാണ്. എന്നാൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ഒരു യാഥാർത്ഥ്യമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ, അതിൻ്റെ ഫുൾ സ്വിങ്ങിലേക്ക് അത് വരുന്ന ഘട്ടത്തിൽ ഒട്ടനവധി 10,000കണക്കിന് അവസരങ്ങളാണ് ട്രെയിലറിനും ഫോർക്ക് ലിഫ്റ്റിനും ക്രെയിനിനും ഒക്കെ ഇവിടെ കാത്തിരിക്കുന്നത്. ചെറുപ്പക്കാരൊക്കെ അത് പ്രയോജനപ്പെടുത്തുക. അതുമായി ബന്ധപ്പെട്ടാണ് പ്രിൻസി ഡ്രൈവിംഗ് സ്കൂൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത്തരം അവസരങ്ങൾ തുറന്നു വയ്ക്കുന്നത്. ഓണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില ഓഫറുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 100 പേർക്ക് 10% ഫീസ് ഇളവുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിർദ്ധനരായിട്ടുള്ള 25 പേർക്ക് 25% ഫീസ് ഡിസ്കൗണ്ടാണ് ഞങ്ങൾ നൽകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതുപോലെ പെൺകുട്ടികൾ ഈ മേഖലയിൽ എങ്ങനെ കടന്നു വരും, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് സാധ്യമാണോ എന്ന് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും ഫോർക്ക് ലിഫ്റ്റ്, അതുപോലെ തന്നെ ട്രെയിലർ ട്രക്ക് ഡ്രൈവർമാരായിട്ടൊക്കെ ഒത്തിരി അവസരങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് വിഴിഞ്ഞത്ത് അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ട്രക്ക് ഡ്രൈവേഴ്സായിട്ട് ഒത്തിരി സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ഈ കാലഘട്ടത്തിൽ ജോലി അന്വേഷിച്ച് പോകുന്നുണ്ട്. അവർക്കും പ്രിൻസി ഡ്രൈവിംഗ് സ്കൂൾ ഒരു മുതൽക്കൂട്ടാണ്. സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണനയും പ്രത്യേകമായ രീതിയിലുള്ള ട്രെയിനിങ് സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഹെവിയുടെ ടെസ്റ്റ് നടക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. ആ റോഡിലൂടെ ബസ് പോയത് ഹെവി ടെസ്റ്റാണ്.
ഓരോ ആഴ്ചയും നമുക്കിവിടെ ഓരോ ബാച്ചിൻ്റെ ടെസ്റ്റ് നടക്കുന്നുണ്ട്. ഏകദേശം 35-40 ദിവസം കൊണ്ട് തന്നെ ഒരു ബാച്ചിൻ്റെ ടെസ്റ്റ് നടത്തി പോകാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഏറ്റവും ഫാസ്റ്റായിട്ട് ടെസ്റ്റ് നടത്തുന്നത് നമ്മളായിരിക്കും എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ കാത്തിരിക്കുന്ന സമയമില്ലാത്തവർക്ക് പ്രിൻസി ഡ്രൈവിംഗ് സ്കൂൾ ഒരു മുതൽക്കൂട്ടാണ്. എല്ലാ ആഴ്ചകളിലും പുതിയ ബാച്ചുകൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വിദേശ രാജ്യങ്ങൾ പോകാൻ സമയമില്ല, ഇനി എനിക്ക് എൻ്റെ മുമ്പിൽ ഒരു 40 ദിവസം 45 ദിവസമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവരാരും തന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പ്രിൻസി ഡ്രൈവിംഗ് സ്കൂൾ നിങ്ങൾക്ക് വേണ്ടി വളരെ ഫാസ്റ്റായിട്ട് ഞങ്ങൾ ലൈസൻസ് എടുത്ത് നൽകുന്നതാണ്. ഇനി ടെൻഷൻ വേണ്ട, പല സ്ഥലങ്ങളിലും പോയി മാസങ്ങളായിട്ടും ഞങ്ങൾക്ക് ഡ്രൈവിംഗ് സ്ലോട്ട് ലഭിക്കുന്നില്ല, ടെസ്റ്റിന് കയറാൻ പറ്റുന്നില്ല എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒത്തിരി ചെറുപ്പക്കാർ നമ്മുടെ ഇവിടെ ഓപ്പറേറ്റേഴ്സായി ട്രെയിനേഴ്സായിട്ടുണ്ട്. ഏകദേശം 7-8 പേര് ട്രെയിനേഴ്സായിട്ട് മാത്രം തന്നെ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ക്ലാസ് ഷെഡ്യൂൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല 20 ഫീറ്റ് ട്രെയിലറിൽ നമ്മൾ ഗ്രൗണ്ട് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. 40 ഫീറ്റ് ഉണ്ട്. 40 ഫീറ്റ് വിത്ത് കണ്ടെയ്നർ നമ്മുടെ വർക്ക്ഷോപ്പിലാണ്, അതാണെന്ന് കാണിക്കാൻ സാധിക്കാത്തത്. 20 ഫീറ്റിൽ ഗ്രൗണ്ടിൽ കൊടുക്കുക, നിങ്ങൾക്ക് ഓടിക്കാൻ അറിയാമെന്നുള്ളവർക്ക് അറിയാം, ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. ആ 20 ഫീറ്റിലാണ് ഞങ്ങൾ ബേസിക്കായിട്ട് തന്നെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്. അത് ഏതൊരു കുട്ടിക്കും വളരെ മുതൽക്കൂട്ടായിരിക്കും. പല സ്ഥലങ്ങളിലും പോയാൽ നിങ്ങൾക്ക് 40 ഫീറ്റ് മാത്രമായിരിക്കും ഗ്രൗണ്ടിൽ ലഭിക്കുന്നത്. എന്നാൽ 20 ഫീറ്റിൽ നിന്നാണ് ഞങ്ങൾ ബേസിക്കായിട്ട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊരു ഒരു മുതൽക്കൂട്ടായിരിക്കും. നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ട്രെയിലർ പഠിക്കാൻ സാധിക്കും. വിദേശ രാജ്യങ്ങളിലൊക്കെ മറ്റും നടക്കുന്ന ടെസ്റ്റുകൾക്കൊക്കെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ ആ ടെസ്റ്റുകൾ പാസ്സാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിഴിഞ്ഞം പോർട്ടിൽ ഞങ്ങളുടെ ഇവിടെ പഠിച്ച ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം 30 വർഷത്തോളം ഈ മേഖലയിൽ അറിവുള്ള പ്രവൃത്തി പരിചയമുള്ള ഇൻസ്ട്രക്ടറാണ് ട്രെയിലറിൻ്റെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. പുള്ളി വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം സീപോർട്ടിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവസരങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഞങ്ങൾ വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവസരങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഒത്തിരി പേര് അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വിഴിഞ്ഞം സീപോർട്ട് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. ഇനി വരുന്ന 1, 2, 3 വർഷത്തിനകത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ള വേക്കൻസികളാണ് വിഴിഞ്ഞം സീപോർട്ടിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ ചെറുപ്പക്കാരും മാക്സിമം ഇത് ഉപയോഗിക്കുക. തൊഴിലില്ലാത്തവർക്ക് ഞങ്ങളുടെ സ്ഥാപനം ഒരു മുതൽക്കൂട്ടായിരിക്കും. നിങ്ങളുടെ പരിചയക്കാരെയും ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പ്രിൻസി ഡ്രൈവ് സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. ബട്ടർഫ്ലൈസ് ബൊട്ടിക്കിന്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ബട്ടർഫ്ലൈ ബൊട്ടിക്കിന്റെ ഓണറായ സരിത ഗിബിയോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എത്ര ദിവസം എടുക്കും സ്റ്റിച്ചിങ് ഒക്കെ? നിങ്ങളത് വിത്തിൻ 2-3 ഡേയ്സ്. എമർജൻസി നമ്മളോട് പറഞ്ഞ നമ്മൾ മാക്സിമം എത്ര സ്പീഡിൽ കൊടുക്കാൻ പറ്റും അത്രയും സ്പീഡിൽ നമ്മൾ കൊടുക്കും. എസ്പെഷ്യലി ഇപ്പൊ ഓണത്തിന് കുറച്ച് ഇത് ടൈം ഓണത്തിനൊക്കെ ബുക്കിംഗ് ആണ്. ഇപ്പൊ നമുക്ക് എവിടെയാണോ ഓവർലോഡ് ആവുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 3 ഷോപ്പിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ നമുക്ക് സ്റ്റാഫ് ഉണ്ട്. അപ്പൊ ഈവൻ നമുക്ക് സപ്പോസ് കരാമയിലോ ഓവർലോഡ് ആയാലും ഓൾറെഡി നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങോട്ട്. ഇവിടുന്ന് മെയിൻ ജോബ് കട്ടിംഗ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റിച്ചിങ് നമുക്ക് ആർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അതെല്ലാം നമുക്ക് അത്ര എക്സ്പെർട്ട് ആയിട്ടുള്ള സ്റ്റാഫാണ്. അപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള മുല്ലപ്പൂ കളക്ഷൻസ് അല്ലേ? ട്രെൻഡിംഗ് എന്ന് മാത്രം പറഞ്ഞ പോരാ, ഓൾ കേരളത്തില് ഓണത്തിന് ട്രെൻഡിങ് ഈ മുല്ലപ്പൂവാണ്. ഈ മുല്ലപ്പൂവാണ്. ഒരു പ്രാവശ്യം നമ്മൾ ഒറിജിനൽ മുല്ല പോലെ നമുക്ക് ഇനി വേണ്ട, നമുക്ക് എന്താ പറയാ ഒരു അസറ്റാണ്. കാരണം ഇനി വർഷാവർഷം ഇത് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ, പാടത്തില്ല. അതാണ് ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഇത് വളരെ അത്യാവശ്യമാണ് അല്ലേ? സീരിയസ്ലി ഭയങ്കര അത്യാവശ്യം. പിന്നെ പുറത്തൊക്കെ പോയി മാത്രല്ല മണമുള്ള മുല്ലപ്പൂ മണത്തോക്കിക്കോ. മുല്ലപ്പൂന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ പിച്ചൊക്കെ പൂന്നൊക്കെ പറയില്ലേ? പിച്ചിപ്പൂ. ഇതേപോലെ വിരിഞ്ഞിട്ടുള്ള അപ്പൊ പല കളക്ഷൻസിലെ മുല്ലപ്പൂസ് അല്ലേ? ഇത് ഭയങ്കര നാച്ചുറൽ ഇതല്ലേ? ശരിക്കും മുല്ലപ്പൂ അല്ലെന്ന് ആരും പറയത്തില്ല. സീരിയസ്ലി ഇത് ഒരു പ്രാവശ്യം മേടിച്ചാൽ നമുക്ക് കാലാകാലം ഉപയോഗിക്കാം. അതാണ് ഇതിന്റെ പ്രത്യേകത. എന്താ ഇതിന്റെ പേരെന്താ പറയാ? എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
മൊഡാൽ സാരി അജ്രക്കിന്റെ പ്രിന്റ് വിത്ത് ബ്ലൗസ് അല്ലേ? മിറർ വിത്ത് ബ്ലൗസ് ആണ് അത്. ഫുള്ള് മിറർ കേട്ടോ. ബഡ്ജറ്റ് ബൈ ആണ് 85 dirhams മാത്രം. വെരി എന്താ പറയുക, അത്രയും ലോ ബഡ്ജറ്റ് ആണ്. പക്ഷേ മൊഡാല് അല്ലാതെ സെമിയാണ്. സെമി മൊഡാൽ അല്ലേ? ഒന്നൊന്ന് വെച്ച് കാണിക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. സോ നൈസ്. ക്യാരിങ് നമുക്ക് ഭയങ്കര ഈസിയാണ്. ഒട്ടിച്ചു വെച്ചേക്കുന്നത്. അടിപൊളി. ഇതിന്റെ ബ്ലൗസ് ഉണ്ട്, ഇതിൽ പ്രിന്റഡ് ബ്ലൗസ് വരും. പ്രിന്റഡ് ബ്ലൗസ്. ഇതാണ് ബ്ലൗസ് വരുന്നത്. വാവ്, സൂപ്പർ ആയിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും ധന്യ സൈനിങ് ഓഫ്. എല്ലാവർക്കും നമസ്കാരം. അടുത്തറിയാമെന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പണിക്കേഴ്സ് ലൈനിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാൻഡ് ഓറ കൺവെൻഷൻ സെന്ററിന്റെ മുന്നിലാണ്. ഇന്ന് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കിടുവാൻ എത്തുന്നത് ഗ്രാൻഡ് ഓറ കൺവെൻഷൻ സെന്ററിന്റെ ഓണറായ ശ്രീ സുനുകുമാറാണ്. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. ഓണമൊക്കെ അല്ലേ? ഓണമൊക്കെ അല്ലേ? നമുക്ക് ആദ്യമായിട്ട് സാറിനോട് ചോദിക്കാനുള്ളത്, നമുക്ക് ഈ ഗ്രാൻഡ് ഓറ കൺവെൻഷൻ സെന്റർ, ഇങ്ങനെ ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങാനുണ്ടായ ഒരു ആശയം മനസ്സിലുണ്ടായത് എങ്ങനെയാണ്? ഞാൻ ഈ കാറ്ററിംഗ് മേഖലയിൽ വന്നിട്ട് ഇപ്പോൾ 19 വർഷമാകും എന്നാണ് എൻ്റെ വിശ്വാസം. പല മണ്ഡപങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്ത് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാറ്ററിംഗായിട്ട് ബന്ധപ്പെട്ട് പല മണ്ഡപങ്ങളിൽ ഇങ്ങനെ ചെന്ന് നിന്ന് മനസ്സിലിങ്ങനെ ആശയം എന്നൊരു ചെറിയൊരു മണ്ഡപം എവിടെയെങ്കിലും ചെയ്തെടുക്കാം, ചെറിയ രീതിയിൽ. കാര്യം വലിയ രീതിയിൽ ചെയ്തിട്ട് കാര്യമില്ല. ട്രിവാൻഡ്രത്ത് ഇഷ്ടംപോലെ വലിയ മണ്ഡപങ്ങളുണ്ട്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മണ്ഡപം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ രീതിയിൽ ഒരു എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റിസപ്ഷൻ അങ്ങനെയൊക്കെയുള്ള ചെറിയ രീതിയിൽ ചെയ്യുന്ന ഒരു മണ്ഡപം എല്ലാവിധ സൗകര്യങ്ങളും ചെയ്യണമെന്നുള്ള രീതിയിൽ ചെയ്തെടുക്കുക. ഞങ്ങളുടെ B6 ഇവൻസിൻ്റെ ആദ്യത്തെ ഒരു പ്രോജക്റ്റാണ് ഇങ്ങനെ ഒരു മണ്ഡപം. B6 ഇവൻസിൻ്റെ? അതെ അതെ അതെ. നമുക്ക് ഗ്രാൻഡ് ഓറ കൺവെൻഷൻ സെന്ററിൽ ഏതൊക്കെ കൈൻഡ് ഓഫ് ഇവന്റ്സ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ചെറിയ രീതിയിലുള്ള മാരേജ് ഫംഗ്ഷൻ ചെയ്യാം, റിസപ്ഷൻ ചെയ്യാം, എൻഗേജ്മെൻറ്റുകൾ, നൂലുകെട്ട്, ബാറ്റിസം പാർട്ടികൾ, എക്സിബിഷൻസ്, അങ്ങനെ കോർപ്പറേറ്റ് ഇവന്റ്സ് എല്ലാം ഇതിനാണ് നമുക്ക് ചെയ്തെടുക്കാം. പല രീതിയിലുള്ള അതെ, അതിനുള്ള സൗകര്യത്തിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ പലതരം എക്സിബിഷൻസ്, നമുക്ക് പുതിയ ഓൺടർപ്രണേഴ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ പലതരം എക്സിബിഷൻസ് ഇപ്പൊ നടക്കുന്നു. അതെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മള് സാർ നേരത്തെ പറഞ്ഞു, ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇതിന്റെ ഒരു ആശയം തന്നെ മനസ്സിൽ വന്നത്. നമുക്ക് എന്താണ് ഇതിന്റെ ഒരു പരമാവധി മാക്സിമം കപ്പാസിറ്റി എന്താണ്? നമുക്ക് 300 പേർക്ക് ഇതിനകത്ത് ഇരിക്കാം. അറ്റ് എ ടൈം 300 പേർക്ക് ഒരു പരിപാടിക്ക് അറ്റൻഡ് ചെയ്യാം. താഴെ ഡൈനിങ് ഏരിയ ഉണ്ട്. ഡൈനിങ് ഏരിയയിൽ സദ്യയാണ് കഴിക്കുന്നതെങ്കിൽ ഒരു 175 പേർക്ക് അറ്റ് എ ടൈം സദ്യ കഴിക്കാം. പിന്നെ റിസപ്ഷൻ ആണെങ്കിൽ നമുക്ക് വിഷയമില്ല, എത്ര പേർക്ക് വേണം കഴിക്കാം. വന്ന് പോയിരിക്കുന്ന കസ്റ്റമർ ആയതുകൊണ്ട് നമുക്ക് എത്ര പേർക്ക് വേണം ഭക്ഷണം കഴിക്കാം. ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു ക്രൗഡ് ആയതുകൊണ്ട് നമുക്ക് 300-ൽ പരം ആളുകളുള്ള ഫംഗ്ഷൻസ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണല്ലേ? ഓക്കെ, നമുക്ക് ഇവിടെ ആദ്യമായിട്ട് ഇപ്പൊ ഈയിടെയാണല്ലോ നമുക്ക് ഇത് ഉദ്ഘാടനം, ഒരു മാസമായി. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വന്ന ഫംഗ്ഷൻ എന്തായിരുന്നു? ഒരു നൂലുകെട്ടായിരുന്നു. ആദ്യത്തെ ഫംഗ്ഷൻ നൂലുകെട്ടായിരുന്നു. എല്ലാത്തിനും തുടക്കം നൂലുകെട്ടിന്നാണല്ലോ. നൂലുകെട്ടിന്നാണ് തുടങ്ങിയത്. നമുക്കിവിടെ പാർക്കിംഗ് ഫെസിലിറ്റീസിനെ കുറിച്ചൊന്ന് പറയാം. ഏകദേശം ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഏകദേശം ഒരു 30-40 വണ്ടി പാർക്ക് ചെയ്യാം. തൊട്ടടുത്തൊരു പ്ലോട്ട് ഉണ്ട്. അവിടെ ഒരു 10-75-100 വണ്ടി വരെ പാർക്ക് ചെയ്യാന്നുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. കാരണം സാധാരണ നമ്മൾ എവിടെ ഒരു ഫംഗ്ഷന് പോയാലും പാർക്കിംഗ് ആണ് വലിയ വിഷയം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 19 വർഷത്തെ അനുഭവത്തിൽ ആദ്യം വേണ്ടത് പാർക്കിംഗ് ഏരിയയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ വിഷയം. എല്ലാവരും ഇപ്പൊ സ്വന്തം വണ്ടികൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഒരു വീട്ടിൽ നിന്ന് 3 വണ്ടിയിൽ ആൾക്കാർ വരുന്നത്. അതാണ് ഇപ്പോഴത്തെ കാര്യം. ഒരു വലിയൊരു അറേഞ്ച്മെന്റ് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്.
നമുക്കിവിടെ മാരേജസിനൊക്കെ വരുമ്പോൾ ബ്രൈഡിനും ഗ്രൂമിനും ഉള്ള ചേഞ്ചിങ് മേക്കപ്പ് ഫെസിലിറ്റീസ് അതിനുള്ള സെപ്പറേറ്റ് റൂംസ് ഉണ്ടോ? ബ്രൈഡിനുള്ള റൂംസ് നമ്മൾ നല്ല ഒരു AC റൂം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ബാത്ത് അറ്റാച്ച് റൂം തന്നെ നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബ്രൈഡിന് വേണ്ടിയുള്ള. പിന്നെ മുകളിൽ തന്നെ നല്ല വാഷ് ഏരിയ, എല്ലാവർക്കും കോമൺ ആയിട്ട് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ലേഡീസിന് പ്രത്യേകം ടോയ്ലറ്റ് അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ജെൻസിന് പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. എല്ലാം ഫുൾ AC ആണ്. ഫുൾ AC ഫുൾ AC ആണ്. ഡൈനിങ് ഏരിയയും AC ആണ്. ഡൈനിങ് ഏരിയയും AC ആണ്. ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്പേസ് തന്നെയാണ് ഇവിടെ ഗ്രാൻഡ് ഓറയിലുള്ളത്. നമുക്ക് പിന്നെ ഇവിടെ സർ B6ന്റെയും കൂടെ ഇൻവോൾവ്മെന്റ് ഉള്ളതുകൊണ്ട് ഇവിടെ ഏതൊക്കെ ഇവന്റ്സുമായിട്ടാണ് ഇവിടെ അങ്ങനെ ഒരു ടൈപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ എല്ലാവിധ ഇവന്റ്സിനും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണോ? ഒരു ഇവന്റ്സിനായിട്ട് ടൈപ്പ് ഇല്ല. ഇപ്പം ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ ചോയ്സാണ് ഏത് ഭക്ഷണം എടുക്കണം, ഏത് സ്റ്റേജ് ഡെക്കറേഷൻ ഈവൻസിന് കൊടുക്കണം, കസ്റ്റമറിൻ്റെ ചോയ്സാണ്. അതിന് ഞങ്ങൾക്കൊരു നിർബന്ധമില്ല. ഞങ്ങളൊരു കസ്റ്റമറിനെ ബുദ്ധിമുട്ടിക്കാറില്ല, വിളിക്കാറുമില്ല. അപ്പോൾ അവർക്ക് എന്ത് വേണോ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ വന്ന് ഹാൾ വൃത്തികേടാക്കരുതെന്ന് മാത്രം ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ഹാൾ വൃത്തികേടായി കളയരുത് എന്ന് മാത്രം. നമ്മളിവിടെ നടത്തുന്ന ഫംഗ്ഷൻസിൻ്റെയൊക്കെ കേറ്ററിംഗ് സൗകര്യങ്ങൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്? ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഈവൻ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ഡെക്കറേഷൻസ് ഉണ്ട്, ഞങ്ങൾക്ക് കാറ്ററിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെ കാറ്ററിംഗ് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് കാറ്ററിംഗ് കൊടുക്കാൻ നോക്കും. വെളിയിൽ നിന്ന് ഒരാളാണ് വരുന്നതെങ്കിൽ അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നു. നമ്മൾ പൊതുവേ നോക്കുന്ന ഒരു എക്കോ ഫ്രണ്ട്ലിയാണ്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ എക്കോ ഫ്രണ്ട്ലി അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ എക്കോ ഫ്രണ്ട്ലി തന്നെയാണ് നോക്കുന്നത്. കൂടുതലും ആൾക്കാരുടെ വരുമ്പോൾ ഞങ്ങൾ മുൻകൂട്ടി പറയാറുണ്ട് എക്കോ ഫ്രണ്ട്ലി സാധനങ്ങൾ കൊണ്ടുവരിക. പിന്നെ ലൈസൻസ് കാറ്ററിംഗുകാരെ തന്നെ കൊണ്ടുവരിക. ലൈസൻസ് ഉള്ള കാറ്ററിംഗുകാർ നിലവിൽ വന്നാൽ മാത്രമേ ഒരു സ്ഥാപനവും നന്നായി പോവുകയുള്ളൂ, കസ്റ്റമറിന് നല്ലൊരു ഭക്ഷണവും കിട്ടുകയുള്ളൂ. അതിന് എടുത്തു പറയുന്നതിൻ്റെ കാരണം ലൈസൻസ് ഉള്ള ആൾക്കാർ ഇഷ്ടംപോലെ ട്രെയിനിങ് കഴിഞ്ഞിരിക്കും. ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാരാണ് വരുന്നത്. അപ്പം ഞാനൊരു കാറ്ററിംഗുകാരനായതുകൊണ്ട് എനിക്കതറിയാം, ഇവൻ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. ട്രെയിനിങ് പലതും കഴിഞ്ഞുകൊണ്ട് ഇവർക്കെല്ലാം ഇതിനെപ്പറ്റി അറിയാം, എക്കോ ഫ്രണ്ട്ലി എന്താണെന്ന് അതുപോലെ നല്ലൊരു കിച്ചൺ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കിച്ചൺ സൗകര്യം, സദ്യ ചെയ്യാൻ വേണ്ടി ഒരു 1000 പേർക്ക് സദ്യ ചെയ്യാന്നുള്ള കിച്ചൺ സൗകര്യം ഉൾപ്പെടെ എല്ലാം അതിനകത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. അവിടെ തന്നെയാണ് ഡൈനിങ് ഹാളും ചെയ്തേക്കുന്നത്. അപ്പോൾ ഫുഡ് എടുക്കാനും കൊണ്ടുപോകാൻ. പിന്നെ 2 എൻട്രൻസ് ഉണ്ട്. ഫ്രണ്ടിൽ കൂടെ മെയിൻ എൻട്രൻസ് ഉണ്ട്, സൈഡിൽ കൂടെ ഉണ്ട്. 2 എൻട്രൻസ് ഇതിനകത്ത് സൗകര്യം ചെയ്തിട്ടുണ്ട്. മുകളിൽ ആവശ്യമുള്ളത് മുകളിൽ എടുക്കാം, താഴെ ആവശ്യമുള്ളത് താഴെ എടുക്കാം. അങ്ങനെ ഞങ്ങൾ സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യമായിട്ടൊക്കെ. നമുക്കപ്പം അകത്ത് കൂടി വേണമെങ്കിലും മുകളിലേക്ക് വരാം, പുറത്ത് കൂടി നേരെ മുകളിലേക്ക് വേണമെങ്കിലും വരാൻ സാധിക്കും. ഇപ്പൊ ചിലർ വന്നിട്ട് നിങ്ങൾക്ക് 100 പേരെ ഉള്ളൂ, ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിയാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അവരെ കൊണ്ട് ഫുൾ ഹാൾ എടുപ്പിക്കാൻ നോക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവർക്ക് മുകളിലത്തെ ഹാൾ മാത്രം ഞങ്ങൾ വിട്ടുകൊടുക്കും. അതെ, ആ ഒരു സ്പേസ് മാത്രം വിട്ടു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞത്. അതെ അതെ, അത് വളരെ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം. ചെറിയ സ്പേസ് മതി എന്നുള്ളവർക്ക് നല്ല ഫെസിലിറ്റിയോട് കൂടി തന്നെ ചെയ്യാം. എന്നാൽ ചില ആൾക്കാർ ചെയ്യുന്നത് അങ്ങനെ ഒരു 300 പേർക്കുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ട് 1000 പേര് വന്നു കയറും. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്നാൽ ചെറിയ രീതിയിൽ മോൾ ഭാഗം മാത്രമായിട്ട് കൊടുക്കാൻ പറ്റും. നമുക്കിവിടെ ബാക്കി ഓരോ ഫംഗ്ഷന്റെയും ഭാഗമായി നടത്തുന്ന ഡെക്കറേഷൻസും ബാക്കിയുള്ള കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാറ്? ഡെക്കറേഷൻസ് സ്വന്തമായിട്ട് ഡെക്കറേഷൻസ് ഉള്ളതുകൊണ്ട് ഒരു മിനിമം ബഡ്ജറ്റിൽ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. മിനിമം ബഡ്ജറ്റ് ഞങ്ങൾ സ്വന്തം സ്ഥാപനവും മിനിമം ബഡ്ജറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ നോക്കും സ്വന്തമായതുകൊണ്ട്. അതിന് ഇഷ്ടംപോലെ ഫോട്ടോസും മറ്റു കാര്യങ്ങളും ഇവിടെ ലാപ്ടോപ്പ് എല്ലാം സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളത് നോക്കിയിട്ട് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. വലിയൊരു ബഡ്ജറ്റ് ചെയ്യാം, ചെറിയ ഹാളായതുകൊണ്ട് വലിയൊരു ബഡ്ജറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നല്ലൊരു സ്റ്റേജാണ് നമ്മൾ ചെയ്തിട്ടേക്കുന്നത്. അതായത് ഡൈസ് നല്ല വലുതാണ് ചെയ്തിരിക്കുന്നത്. അതെ അതെ, ഹാളിന്റെ അനുസരിച്ചുള്ള സ്റ്റേജാണ് ചെയ്തിട്ടേക്കുന്നത്. അതെ, നല്ല ആംബിയൻസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആംബിയൻസ് നല്ല ആംബിയൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഇന്റീരിയേഴ്സും ഡിസൈനിങ്ങും അതിന്റെ കൺസെപ്റ്റ് ഒക്കെ എങ്ങനെയായിരുന്നു? 17 വർഷത്തെ അനുഭവമാണ് ഇതിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത്. കാര്യം ഇതിനകത്ത് എഞ്ചിനീയർ ഡിസൈൻ ചെയ്ത് തന്നിട്ടില്ല, എല്ലാം എൻ്റെ സ്വന്തം ഡിസൈനിങ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അനുഭവം വെച്ചിട്ടുള്ള ഒരു ഹാളാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് പുറത്തുനിന്ന് വരുമ്പോൾ തന്നെ വേറൊരു വ്യത്യസ്തമായ ഒരു ലുക്ക് ആൻഡ് ഫീൽ ആണ് നമുക്ക് ഇതിന്റെ എൻട്രൻസിന് തന്നെ നമുക്ക് കാണുന്ന നോർമലി കാണുന്ന ഒരു സെന്റർ അല്ലാതെ ഡിഫറെന്റ് ആയിട്ടുള്ള. അതാണ് ഞാൻ അത് എടുത്ത് ചോദിക്കാം. നിങ്ങൾ വരുമ്പോൾ തന്നെ ഫ്രണ്ടിൽ കാണുമ്പോൾ ബ്ലാക്ക് ഷീറ്റ് എന്ന് പറയുന്നത് എല്ലായിടത്തും സ്ട്രൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഞാൻ അതിനെ തിരിച്ചാണ് ചെയ്തേക്കുന്നത്. അത് ഓരോരുത്തരും അങ്ങനെ ചെയ്യാറില്ല. ഞാൻ പൊതുവെ തിരിച്ചാണ് ചെയ്യുന്നത്. കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലാണ് അത് ചെയ്തേക്കുന്നത്. ഇവിടെ പൊതുവേ നമ്മുടെ കൺവെൻഷൻ സെന്ററിൽ വരുന്ന പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്വാളിറ്റി അഷ്വർ ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ? ഫുഡ് ആയാലും
ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് ആയാലും എല്ലാം ഒരു ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്ന വരുന്ന കസ്റ്റമേഴ്സിന് അഷ്യൂർ ചെയ്യുന്ന രീതിയിലാണ്. ഇത് ബേസിക്സിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെ, ക്വാളിറ്റി അഷ്യൂർ ചെയ്യും, പക്ഷേ റേറ്റിൻ്റെ കാര്യത്തിൽ മാത്രം ഞങ്ങൾക്ക് മാന്യമായ റേറ്റ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. കാര്യം റേറ്റ് കുറച്ച് കൊടുക്കുന്ന ഇവൻ്റ് ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. അവർ വന്നിട്ടാണ് ഈ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് പോകുന്നത്. അത് മണ്ഡപം തന്നെ ഇല്ലാതാക്കിയിട്ട് പോകുന്നവരാണ്. റേറ്റ് കുറഞ്ഞുള്ള കാറ്ററിംഗ് വന്നിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി പൊതുജനത്തിനെ പറ്റിച്ചിട്ട് പോകുന്ന ഒരു ഭാഗം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതെല്ലാം എനിക്കറിയാം, ഞാനിത് കണ്ട് ശീലമായതുകൊണ്ടാണ് ഇങ്ങനെ. ഇത്രയും വർഷത്തെ സാറിൻ്റെ ഇത്രയും വർഷത്തെ ഇവൻറ്റ്സിലും കാറ്ററിങ്ങിലുമുള്ള ഒരു പരിചയം വെച്ചിട്ടാണ് സാർ ഇപ്പോൾ ഗ്രാൻഡ് ഓറ കൺവെൻഷൻ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കിവിടെ കാണാനും സാധിക്കും. 2 നിലകളിലായാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്, ഗ്രൗണ്ട് ഫ്ലോറും ടോപ്പ് ഫ്ലോറുമായിട്ട്. അപ്പോൾ 2 സ്പേസും യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും യൂസ് ചെയ്യാം. അതല്ല ഇതിലേതെങ്കിലും ഒരു ഫ്ലോറിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നുള്ളവർക്ക് ഏതെങ്കിലും ഒരു ഫ്ലോറും യൂസ് ചെയ്യാവുന്നതാണ്. പുറത്തുനിന്ന് നേരിട്ട് ടോപ്പ് ഫ്ലോറിലേക്ക് ആക്സസിബിലിറ്റി ഉണ്ട്. അല്ലാതെ 2ഉം യൂസ് ചെയ്യുന്നവർക്ക് അകത്തു കൂടിയും മുകളിലേക്ക് സ്റ്റേഴ്സിലൂടെയും വരാൻ സാധിക്കും. 300ഓളം കപ്പാസിറ്റി വരുന്ന ഒരു ഇവൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഹോൾ സ്പേസ് ആണ് നമുക്കിവിടെ ഉള്ളത്. അത് നമുക്ക് റിസപ്ഷൻ അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്ലോയിങ് ക്രൗഡാണ്. അപ്പോൾ അതിലും കൂടുതലും ആൾക്കാർക്ക് വേണമെങ്കിൽ വന്ന് പോകാവുന്നതാണ്. നല്ല ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ളതും നമുക്ക് 10-30ഓളം കാറുകൾ വന്നാൽ പാർക്കിംഗ് സ്പേസ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുമുള്ള അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. വലിയൊരു സ്റ്റേജാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏതൊരു ഫംഗ്ഷനും, ഇപ്പോൾ കോർപ്പറേറ്റ് ഫംഗ്ഷൻ ആണെങ്കിലും വെഡ്ഡിങ്സ് ആണെങ്കിലും നൂലുകെട്ടാണെങ്കിലും ബാപ്റ്റിസം ദെൻ എക്സിബിഷൻസ്, ഇങ്ങനെ പലതരം ഇവൻറ്റ്സ് ആണെങ്കിലും അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വലിയൊരു സ്റ്റേജാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി എല്ലാം ക്വാളിറ്റി അഷ്യൂർഡ് ആയിട്ടുള്ള സർവീസസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. So Grand Aura Convention Center is located in Panikars Lane in Shaftamangalam. Yes. So നമുക്ക് അടുത്തറിയാമെന്ന ഈ പ്രോഗ്രാമിൽ സാറിൻ്റെ വിലപ്പെട്ട സമയം നമ്മുടെ കൂടെ ചിലവഴിച്ചത് നമുക്ക് ഗ്രാൻഡ് ഓറ കൺവെൻഷൻ സെൻറ്ററിൻ്റെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് കസ്റ്റമേഴ്സിനൊക്കെ വേണ്ട രീതിയിൽ മനസ്സിലാക്കി കൊടുത്തതിന് ഒരുപാട് നന്ദി സർ. താങ്ക് യു. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. ഗൾഫ് നിയമാവലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് UAE ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമത്തിൽ വന്നിട്ടുള്ള മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രായപൂർത്തി ആവുന്ന ആ വ്യക്തിയുടെ വയസ്സ് എത്രയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അതിനെക്കുറിച്ച് 2025 ഒക്ടോബറിൽ വന്നിട്ടുള്ള ഒരു നിയമപ്രകാരം 18 വയസ്സ് ആണ് ഇപ്പോൾ ഒരു വ്യക്തിയുടെ പ്രായപൂർത്തി ആവുന്നതിനുള്ള വയസ്സ്, ലീഗൽ ഏജ് ആയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. 21 മുൻപുണ്ടായിരുന്നത്. അപ്പോൾ അത്തരം ഇനിയിപ്പോൾ 18 വയസ്സായ ആളുകൾക്ക് പ്രായപൂർത്തിയായവരുടെ എല്ലാ അവകാശങ്ങളും ലഭിക്കുന്നുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് കോൺട്രാക്ട് ഒപ്പിടാനായിട്ട് സാധിക്കും. പുതിയ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ബിസിനസ്സിൽ പങ്കാളിയാവാനോ ലൈസൻസിൽ പേര് ചേർക്കാനോ സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരാൾക്കെതിരെ കേസ് കൊടുക്കാൻ സാധിക്കും. മുമ്പ് അതൊന്നും സാധിക്കില്ലായിരുന്നു. മാത്രമല്ല നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടീസ് നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നമുക്കൊരു മരണപത്രം എഴുതണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഒപ്പിടാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ 18 വയസ്സായ ആളുകൾക്കും നിയമപ്രകാരമുള്ള പ്രായപൂർത്തി അറ്റൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് 2025 ഒക്ടോബറിൽ വന്നിട്ടുള്ള ഫെഡറൽ ലോ ഡിഗ്രി നമ്പർ 25 പ്രകാരം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രായപൂർത്തി ആയ വ്യക്തിയുടെ എല്ലാവിധ അവകാശങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് സ്വന്തമായി സ്ഥാപനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും, സ്വന്തമായി കോൺട്രാക്റ്റിൽ ഒപ്പിടാനായിട്ട് സാധിക്കും. അപ്പം ഇനിയുള്ള കാലഘട്ടത്തിൽ 21 വയസ്സല്ല 18 വയസ്സാണ് പ്രായപൂർത്തി എന്നുള്ളത് UAE നിയമപ്രകാരം വന്നിട്ടുള്ളതാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കുമല്ലോ, അതനുസരിച്ച് പ്രവർത്തിക്കുക. താങ്ക് യു. അത്തം 10 പൊന്നോണം 2026 പൂരാട ദിന വിശേഷങ്ങൾ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. നാളെ പുതിയ ഓണവിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഞാൻ സുകന്യ ജയറാം, സൈനിങ് ഓഫ് ഫോർ ടുഡേ. ബൈ. അത്തം 10 പൊന്നോണം 2026 ഹാപ്പി ലാൻഡ് പ്രസൻസ് പവേഡ് ബൈ സഹാറ മോട്ടോഴ്സ്, കോ പവേഡ് ബൈ ശ്രീഭദ്ര ഫർണിച്ചർ, കോ പ്രസൻസ് ബട്ടർഫ്ലൈസ്. ദിസ് പ്രോഗ്രാം ഈസ് ബ്രോട്ട് യു ബൈ കൊറിയർ വേൾഡ്.